യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 3-ാം വാക്യത്തിലൂടെ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത് ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. അപ്പൊ ഇവിടെ വചനം പഠിപ്പിക്കുന്നത് നമുക്കെല്ലാവർക്കും, ഈ ലോകത്തിൽ എല്ലാവർക്കും അറിയാവുന്ന വചനമാണ്. പക്ഷെ ആ വചനത്തിൽ നിന്ന് നാം പഠിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. നമുക്ക് നിത്യജീവൻ നേടണമെങ്കിൽ, ഈ നിത്യജീവൻ നേടാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയും ചെയ്യേണ്ട കാര്യം ഇത്രയാണ്: ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. അപ്പൊ ഈ ഏക സത്യദൈവത്തെ ഇവിടെ 3 കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കണം. ഏക സത്യദൈവം ആരാണെന്ന് അറിയണം, ദൈവം അയച്ച യേശുവിനെയും ക്രിസ്തുവിനെയും അറിയണം. ഈ ലോകത്തിലുള്ള എല്ലാവർക്കും യേശുവിനെ മാത്രമേ അറിയുള്ളൂ. ഈ ക്രിസ്തുവിനെ കുറിച്ചോ ഏക സത്യദൈവം ആരാണെന്നോ ആർക്കും ഗ്രഹിക്കുവാൻ കഴിയുന്നില്ല. അപ്പൊ നിത്യജീവൻ നേടണമെങ്കിൽ ഏക സത്യദൈവമായ ദൈവത്തെ അറിയണം, യേശുവിലൂടെ ക്രിസ്തുവിനെ നേടി ക്രിസ്തുവിനെ അറിയണം. അപ്പൊ ഏക സത്യദൈവത്തെയും യേശുവിനെയും ക്രിസ്തുവിനെയും അറിയുമ്പോഴാണ് നമുക്ക് നിത്യജീവൻ ലഭിക്കുകയുള്ളൂ. അപ്പൊ നമുക്കെല്ലാവർക്കും ദൈവത്തെയും യേശുവിനെയും ക്രിസ്തുവിനെയും ശരിയാവണ്ണം അറിഞ്ഞ് നിത്യജീവൻ നേടുവാൻ പരിശ്രമിക്കാം. അതിന് ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കും.